ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങ ചില്ലിയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങയാണ്. വഴുതനങ്ങ ചെറിയ നീളത്തിൽ ചെറിയ പീസാക്കി അരിയുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 1 ചെറിയ ടീസ്പൂൺ സുർക്കയും കൂടി ചേർക്കണം കേട്ടോ. മുളക് പൊടി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടാത്തവർക്ക് അത് കുറച്ചിടാം കേട്ടോ. ഞാൻ ഇവിടെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്, അത് കുട്ടികൾക്ക് അധികം വേണ്ടാത്തത് കൊണ്ട്. എന്നിട്ടത് നന്നായി മിക്സാക്കി വഴുതനങ്ങയുമായി നന്നായി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ നന്നായി ചൂടായിട്ട് വേണം കേട്ടോ ഇതിട്ട് കൊടുക്കാൻ. ഇത് നമ്മുടെ ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാട്ടോ. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മുടെ വഴുതനങ്ങ ചില്ലി അതിലേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് വേപ്പിലയും കൂടി മിക്സാക്കുക കേട്ടോ. നന്നായി ചൂടായതിനു ശേഷം അതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചെടുക്കുക. മക്കൾക്കൊക്കെ വളരെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. സിമ്പിളായിട്ട് അവർക്ക് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും. അവർ ഇത് ഉണ്ടെങ്കിൽ കുറച്ച് കൂടി ചോറ് കഴിക്കുകയും ചെയ്യും. കാരണം എൻ്റെ മക്കൾക്ക് ഭക്ഷണം വളരെ കുറവാണ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി കൂട്ടി കഴിക്കും. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ ചില്ലി റെഡി. കുറച്ച് സബോളയും കൂടി ചേർക്കുക. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.